അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, ഇന്ന് മീഡിയകളിലും ചാനലുകളിലുമെല്ലാം പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒന്നാണ് വീട്ടിൽ വെച്ചുള്ള പ്രസവം. അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ, അതുപോലെ പ്രസവ കേന്ദ്രങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിൻ്റെ മുമ്പും സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പുതിയ പുതിയ വാദങ്ങളുമായാണ് പലരും ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രസവവേദന ഉണ്ടായാൽ പഴയ കാലങ്ങളിൽ വീടുകളിൽ വെച്ച് തന്നെയായിരുന്നു പ്രസവം ഉണ്ടായിരുന്നത്. അന്ന് ഈ വിഷയം കൂടുതൽ പരിജ്ഞാനമുള്ള പേറ്റിച്ചികൾ എന്നറിയപ്പെടുന്ന ആളുകൾ വീടുകളിൽ എത്തി പരിചരണം നടത്തി പ്രസവിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഹോസ്പിറ്റലുകളും പ്രസവ കേന്ദ്രങ്ങളുമെല്ലാം വർദ്ധിച്ചു വന്നപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ വീടുകളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും മറ്റ് കേന്ദ്രങ്ങളിലേക്കും മാറി എന്നതാണ് സത്യം. ഈ വിഷയത്തിലും പരിശുദ്ധ ഇസ്ലാമിന് ചില പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. ഈ വിഷയം മാത്രമല്ല, ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുവോ ആ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിശുദ്ധ ഇസ്ലാമിൽ ചില പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. പ്രസവം വീടുകളിൽ വെച്ചാണെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങളിൽ വെച്ചാണെങ്കിലും സ്ത്രീയുടെ അടുക്കൽ വെച്ച് ഈ മേൽ പറയപ്പെട്ട ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി എന്ന ആയത്തും അതുപോലെ ദുആഉൽ കർബും ധാരാളമായി നാം ചൊല്ലുക, അവിടുന്ന് നാം പാരായണം ചെയ്യുക. പ്രസവം എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും നമുക്ക് ഏത് വലിയ പ്രയാസങ്ങളാണെങ്കിലും അതൊക്കെ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.